മാഡ്രിഗൽ എന്നവരുടെ മാന്ത്രിക കുടുംബത്തിനെ പറ്റി മുത്തശ്ശി മിറബൽ എന്ന കൊച്ചുമകൾക്ക് പറഞ്ഞു കൊടുക്കുവാണ്. നിങ്ങളുടെ മുത്തശ്ശനെ നഷ്ടപ്പെട്ട ആ രാത്രിയിൽ 3 കൈക്കുഞ്ഞുങ്ങളുമായി ഞാൻ തനിച്ചായപ്പോൾ എന്റെ കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരിയിൽ നിന്ന് ഒരു പ്രത്യേക മാന്ത്രിക വെളിച്ചം പുറത്തോട്ട് വന്നു. അത് എനിക്ക് ചുറ്റിലും സംരക്ഷണ ഭിത്തി പോലെ വലിയ മലകളുണ്ടാക്കി. അതിന് നടുക്കായി ജീവനുള്ള മാഡ്രിഗൽ എന്ന വീടും സൃഷ്ടിച്ചു. നമ്മുടെ കുടുംബത്തിൽ പിറക്കുന്ന എല്ലാവർക്കും പ്രത്യേക രീതിയിലുള്ള ശക്തികൾ ഈ മാന്ത്രിക മെഴുകുതിരി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മന്ത്രശക്തി കൊണ്ട് എൻകാൻഡോ എന്ന നമ്മുടെ ഗ്രാമത്തെ നമ്മൾ ഇത്രയും നാള് സംരക്ഷിച്ചു വന്നു. മിറബൽ മോളെ, നിനക്ക് 5 വയസ്സായി. നിനക്ക് മാന്ത്രിക മെഴുകുതിരി എന്ത് ശക്തിയാ നൽകുന്നതെന്ന് നോക്കിയാലോ എന്ന് മുത്തശ്ശി അവളോട് ചോദിക്കുവാണ്. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന കഥയാണ് എൻകാൻഡോ. 5 വയസ്സുള്ള മിറബലിന് ഇപ്പൊ 10 വയസ്സായി. ആ ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞ് 10 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഇന്ന് മറ്റൊരു ഫംഗ്ഷൻ നടക്കാനായി പോവാണ്. നമ്മുടെ മിറബലിന്റെ കൊച്ചനിയനായിട്ടുള്ള ആന്റോണിയോയ്ക്ക് 5 വയസ്സ് തികഞ്ഞിരിക്കുന്നു. അവന് എന്ത് ശക്തിയാണ് മാന്ത്രിക മെഴുകുതിരി നൽകാൻ പോകുന്നതെന്ന് അറിയുന്ന ചടങ്ങ് ഇന്ന് നടക്കാൻ പോവാണ്. നമ്മുടെ എൻകാൻഡോ ഗ്രാമത്തിലുള്ള കൊച്ചു കുഞ്ഞുങ്ങള് മിറബെല്ലിനോട് മാഡ്രിഗൽ എന്ന അവളുടെ വീടിനെ പറ്റി ചോദിക്കുവാണ്. പറയുവാണെങ്കിൽ ഞങ്ങളുടെ മാന്ത്രിക കുടുംബം, ഇവിടെയുള്ള എല്ലാവരെയും പറ്റി ഞാൻ പറഞ്ഞു തരാം. എന്റെ അമ്മ ജൂലിയറ്റ. ഇവർക്ക് നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മുറിവുകളൊക്കെ പെട്ടെന്നുണങ്ങും. എന്റെ അമ്മ കല്യാണം കഴിച്ചത് അച്ഛനായ അഗസ്റ്റിനെയാണ്. ഇവർക്ക് 2 പേർക്കും ഇസബൽ, ലൂയിസ, പിന്നെ ഞാൻ. ഇസബല് എന്റെ മൂത്ത ചേച്ചി. അവൾക്കാണെങ്കിൽ പൂക്കളുടെ ഒക്കെ ഒരു ശക്തിയാണ് ലഭിച്ചിരിക്കുന്നത്. ലൂയിസയ്ക്കാണെങ്കിൽ ഭീമസേനന്റെ ശക്തി. അവൾക്ക് എന്ത് ഭാരവും എടുത്തു പൊക്കാൻ പറ്റും. എന്റെ അമ്മയുടെ അനിയത്തിയാണ് പെപ്പെ. പെപ്പെ ആന്റിക്കാണെങ്കിൽ അവരുടെ ഇമോഷൻ അനുസരിച്ച് പല രീതിയിലുള്ള കാലാവസ്ഥ സൃഷ്ടിക്കാനായിട്ട് പറ്റും. പിന്നെ ആണെങ്കിൽ അങ്കിള് ഫെലിക്സിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അവർക്ക് കെമേലോ, ഡൊളോറസ്, ആന്റോണിയ എന്ന 3 മക്കളാണുള്ളത്. കെമേലോയ്ക്കാണെങ്കിൽ പല രീതിയിൽ രൂപം മാറാനായിട്ട് പറ്റും. ഡൊളോറസ് ചേച്ചിയാണെങ്കിൽ നല്ല രീതിയിൽ കേൾവി ശക്തിയുണ്ട്. പിന്നെ ആന്റോണിയോയുടെ ഫംഗ്ഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇവർക്ക് എല്ലാവർക്കും കൂടെ ഒരു അനിയനും കൂടി ഉണ്ടായിരുന്നു, ബ്രൂണോ. അങ്കിളിപ്പോ ഇവിടെ ഇല്ല. അതൊക്കെ പറഞ്ഞ് നമ്മുടെ മിറബൽ അകത്തോട്ട് കയറുന്നു. അപ്പോഴാണ് മിറബലിന് ശക്തിയൊന്നും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ അവളോട് ഈ ഫംഗ്ഷനിൽ നിന്ന് മാക്സിമം മാറി നിൽക്കണമെന്ന് മുത്തശ്ശി പറഞ്ഞിരിക്കുകയാണ്. ആന്റോണിയോ ആണെങ്കിൽ മിറബലിന്റെ പെറ്റ് കുട്ടിയാണ്. ഇവളുടെ അടുത്ത് നിന്ന് ഇന്ന് മാറി നിൽക്കേണ്ടി വരും അവന്. കാരണം അവൻ ഇന്ന് പുതിയ റൂം കിട്ടും. അങ്ങനെ അവന്റെ മാന്ത്രിക റൂമിലോട്ട് മാറാൻ പോകുന്നതിന്റെ വിഷമമൊക്കെയുള്ള നമ്മുടെ ആന്റോണിയോയെ മിറബല് ഒരു പ്രൈസ് ഒക്കെ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് സമാധാനിപ്പിച്ച് വിടുകയാണ്. അങ്ങനെ നമ്മുടെ എൻകാൻഡോ ഗ്രാമത്തിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നു. ആന്റോണിയോട് പെട്ടെന്ന് തന്നെ റെഡിയായി വരാനായിട്ട് എല്ലാവരും ആവശ്യപ്പെടുകയാണ്. പക്ഷെ മിറബെല്ലിനെ വിട്ടു പോവാൻ അവന് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവളെ നിർബന്ധിച്ച് നിനക്ക് പറ്റും, നീ വിഷമിക്കാതെ, നിനക്ക് ശക്തി ലഭിക്കും. കാരണം കഴിഞ്ഞ തവണ മിറബെല്ലിന് ശക്തി കിട്ടാത്തതിൽ എല്ലാവരും അവളെ ഒറ്റപ്പെടുത്തുന്നത് ഇവൻ കാണാറുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് പോകാനായിട്ട് ധൈര്യമില്ലാത്തത് കൊണ്ട് മിറബൽ, നീ എന്റെ കൂടെ വാ എന്ന് ആന്റോണിയോ അവളെ വിളിച്ചു പറഞ്ഞു. ഇവളവിടെ വന്നപ്പോൾ ഒരു ദുശകനം പോലെ എല്ലാവരും അവളെ നോക്കുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ അന്ന് താൻ പോയ ഒരു ഓർമ്മ വരെയാണ്. അവളന്ന് ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ട് അവൾക്കുള്ള ആ റൂമിന്റെ ഡോർ തൊട്ടതും പെട്ടെന്നത് അപ്രത്യക്ഷമായി പോയി. അവൾക്കന്ന് ശക്തിയൊന്നും ലഭിച്ചില്ല. പക്ഷെ ഇന്ന് ആന്റോണിയോ ആ റൂം തൊട്ടതും അതിൽ നിന്നൊരു മാന്ത്രിക വെളിച്ചം പുറത്തോട്ട് വന്നു. പെട്ടെന്നൊരു കിളി അവനരികിൽ വന്നിരുന്നു. അവൻ ആ കിളി പറയുന്നത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കാരണം ആന്റോണിയോയുടെ ശക്തി ആനിമൽസിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആന്റോണിയോയ്ക്ക് ശക്തി കിട്ടിയതും കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ സന്തോഷവാന്മാരായി. കാരണം എൻകാൻഡോ എന്ന ഈ ഒരു ഗ്രാമത്തെ സംരക്ഷിക്കേണ്ടത് മാഡ്രിഗൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇവർക്ക് ലഭിക്കുന്ന ഓരോ ശക്തി വെച്ചുമാണ് അവര് ഈ ഗ്രാമം സംരക്ഷിക്കേണ്ടത്. അങ്ങനെ എല്ലാവരും കൂടി കുടുംബ ഫോട്ടോ എടുക്കുമ്പോൾ കൂടിയും നമ്മുടെ മിറബൽ കൂടെ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നില്ല. കാരണം ശക്തിയില്ലാത്ത അവളെ പല സ്ഥലത്തു നിന്നും ഇവര് മനഃപൂർവ്വമല്ലാതെ കൂടിയും ഒഴിവാക്കാറുണ്ട്. മിറബലിനാണെങ്കിൽ അക്കാര്യത്തിൽ വിഷമമൊന്നുമില്ല. കാരണം ഈ കുടുംബത്തില് ഏറ്റവും കൂടുതൽ അവൾ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ കുടുംബത്തിൽ തന്നെയുള്ള എല്ലാവരെക്കാളും ഈ ഒരു വീടിനെയും അവിടെയുള്ളവരെയും സ്നേഹിക്കുന്നത് നമ്മുടെ മിറബലാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരണമെന്ന് അവളുടെ മനസ്സിലുള്ളൂ. അവൾ അങ്ങനെ വെളിയിൽ ഇറങ്ങുമ്പോൾ ദേ നമ്മുടെ മാഡ്രിഗലില് വിള്ളല് വീണിരിക്കുന്നു. ആ വിള്ളല് പടർന്നു പോയിട്ട് അവരുടെ മാന്ത്രിക മെഴുകുതിരിക്ക് വരെ എത്തിയിരിക്കുകയാണ്. പേടിച്ചരണ്ട മിറബല് വേഗം പോയിട്ട് മുത്തശ്ശിയോട് ഇക്കാര്യം പറയുന്നു. അങ്ങനെ ഈ ഒരു ആഘോഷ ചടങ്ങിനിടയിൽ നിന്ന് മുത്തശ്ശി
വെളിയിലോട്ട് വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല. ഇവൾക്ക് ചുമ്മാ തോന്നിയതാ, നിങ്ങളൊക്കെ ആഘോഷമായിട്ടിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ആ പ്രശ്നം ഒത്തുതീർപ്പാക്കി. നമ്മുടെ മിറബലിനെ ആരും വിശ്വസിക്കുന്നില്ല. അവൾ അമ്മയോട് പോയിട്ട് കാര്യം പറയാണ്. പക്ഷെ ഇവളുടെ കയ്യിലൊരു മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ മുറിവ് മാറാനായിട്ട് അമ്മ ഒരു കുക്കീസ് ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ ഇവളുടെ കാര്യം വിശ്വസിക്കുന്നില്ല. ആ മാന്ത്രിക മെഴുകുതിരി ഒന്നുകൂടി പോയി നോക്കണം. മിറബൽ സത്യം അറിയാൻ പോയപ്പോൾ മുത്തശ്ശി രാത്രി ഈ മെഴുകുതിരിക്ക് അരികിൽ വന്നൊരു കാര്യം പറഞ്ഞു. നമ്മുടെ കുടുംബത്തിന്റെ മന്ത്രശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെഡ്രോ, അതായത് മുത്തശ്ശിനെയാണ് ഇവർ വിളിക്കുന്നത്. നമുക്ക് അത് തിരിച്ചെടുക്കണം, അതിനെന്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുന്നു. അവൾക്ക് മനസ്സിലായി ഈ മന്ത്രശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഞാൻ കണ്ടുപിടിക്കും ഇതിന്റെ കാരണം? അങ്ങനെ ഏറ്റവും കൂടുതൽ കേൾവി ശക്തിയുള്ള ഡൊളോറസിന്റെ അടുത്ത് പോയിട്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഡൊളോറസ് പറഞ്ഞു, നിന്റെ ചേച്ചി ലൂയിസ, അവൾ ഇന്നലെ എന്തോ ശക്തി കുറയുന്നതിനെ പറ്റി പറഞ്ഞായിരുന്നു എന്ന് പറയാണ്. ഇപ്പൊ ഇവളുടെ മൂത്ത ചേച്ചിയായ ഇസബെല്ലിന്റെ കല്യാണത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് മിറബൽ ഈ ഒരു കാര്യം കേൾക്കുന്നത്. ലൂയിസയുടെ അടുത്തേക്ക് മിറബൽ ഓടിപ്പോയിട്ട്, നിനക്ക് ഇന്നലെ ശക്തി കുറഞ്ഞിരുന്നു, എന്തോ നീ അങ്ങനെ പറയുന്നത് ഡൊളോറസ് കേട്ടു എന്ന് പറഞ്ഞല്ലോ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ലൂയിസ പറയാണ്, എന്റെ മേലുള്ള ഭാരം അതെന്ത് തന്നെയായാലും യാതൊരുവിധ കംപ്ലൈന്റും കൂടാതെ അത് ചെയ്തു തരുന്നവളാണ് ഞാൻ ലൂയിസ. ഞാൻ ഭയങ്കര ശക്തിമാനാണ്. നിങ്ങൾക്കാർക്കും എന്നെ തടയാനായി പറ്റില്ല. മാഡ്രിഗൽ അത് എന്റെ കൈവെള്ളയിൽ ഇരിക്കണം. എനിക്ക് എല്ലാവരെയും സംരക്ഷിക്കണം. അങ്ങനെ അവളുടെ ശക്തിയെ പറ്റിയിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലൂയിസ, ഇന്നലെ നിന്റെ ശക്തി കുറഞ്ഞിരുന്നു, അതെപ്പോഴാണ് എന്നൊക്കെ മിറബൽ വീണ്ടും ചോദിച്ചപ്പോൾ നമ്മുടെ ലൂയിസ പറഞ്ഞു, അതെ ശരിയാണ്, എന്റെ ശക്തി ഇന്നലെ അപൂർവമായിട്ട് കുറഞ്ഞു. സാധാരണ അത് സംഭവിക്കാറില്ല. നീ പറഞ്ഞില്ലേ വീടിന് എന്തോ വിള്ളല് സംഭവിച്ചു എന്ന്, അതേ സമയത്ത് നീ ഒരു കാര്യം ചെയ്യ, ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ നമ്മുടെ ബ്രൂണോ അങ്കിളിനെ പറ്റി അറിയണം. ബ്രൂണോ അങ്കിള് എന്തോ ഒരു വിഷൻ കണ്ടു എന്ന് നമ്മുടെ വീട്ടിൽ പറഞ്ഞു കേട്ടിരുന്നു. നീ അദ്ദേഹത്തിന്റെ റൂം പോയി ചെക്ക് ചെയ്യ എന്ന് പറയുന്നു. അങ്ങനെ അടഞ്ഞു കിടക്കുന്ന ബ്രൂണോ അങ്കിളിന്റെ റൂമിനകത്തേക്ക് മിറബെല്ല കയറി പോവുകയാണ്. ശരിക്കൊരു മരുഭൂമി പോലുള്ള, എന്നാൽ അവിടെ ആണെങ്കിൽ പടിക്കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള റൂം. അവിടെ ആണെങ്കിൽ അവിടെ എവിടെയും പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കാണ്. എന്നാലും പേടി കൂടാതെ അവൾ അകത്തോട്ട് കയറി. അകത്ത് നിന്ന് ഒരു വലിയ ഗുഹ പോലുള്ള അറയിലെത്തിയപ്പോൾ അവിടെ പച്ച നിറത്തിലെ കണ്ണാടി ചില്ലുകൾ അവൾ കാണുകയാണ്. അവൾ ആ കണ്ണാടി ചില്ലുകൾ പെറുക്കിയെടുത്ത് കൂട്ടി വെക്കാനായി തുടങ്ങി. അവളിത് കൂട്ടി വെക്കും തോറും നമ്മുടെ മാഡ്രിഗലിൽ പലരുടെയും ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം ആ കണ്ണാടി ചില്ലില് ഈ ഒരു മാഡ്രിഗൽ പൊട്ടിപ്പൊളിഞ്ഞ രീതിയിലും അതിന്റെ ഫ്രണ്ടിൽ നമ്മുടെ മിറബൽ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ചിത്രം പുറത്തേക്ക് വരികയാണ്. ആ കണ്ണാടി ചില്ലുകൾ വാരിയെടുത്ത് അവൾ വെളിയിലോട്ട് വന്നു. അതേസമയം നമ്മുടെ ലൂയിസയും ഇസബെല്ലും ഒക്കെ ഞങ്ങളുടെ ശക്തി എന്താ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഇവളോട്, നീ എന്തെങ്കിലും പണി ഒപ്പിക്കുന്നുണ്ടെങ്കിൽ നിർത്തിവെക്കുക എന്ന് പറയാണ്. ബ്രൂണോ അങ്കിളിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി അവൾ പെപ്പ ആന്റിയുടെ അടുത്ത് പോയി. എന്നിട്ട് അങ്കിൾ എങ്ങനെയാ നമ്മുടെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി എന്ന് ചോദിക്കുകയാണ്. അന്ന് ഞങ്ങളുടെ കല്യാണ ദിവസമാണ് അവനെ പറ്റി ആദ്യം പ്രശ്നം ഉണ്ടായത്. അവന് ഫ്യൂച്ചർ കാണാനുള്ള കഴിവുണ്ടായിരുന്നു. എന്നാൽ അവൻ ഞങ്ങളുടെ കല്യാണത്തെ പറ്റിയിട്ട് എന്തോ മോശമായി പറയാൻ വന്നു. അന്ന് തൊട്ട് അവനെ എല്ലാവരും വെറുക്കുന്ന പോലെയായിരുന്നു. പിന്നീട് അവന് ഫ്യൂച്ചർ കാണാനേ പേടിയായി. ബ്രൂണോ അങ്കിളിനെ പറ്റിയിട്ട് പലർക്കും അറിയായിരുന്നു. അവരെല്ലാവരും അവനെ പറ്റി ചീത്ത കാര്യങ്ങളാ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തിന് ഇസബെല്ല് പോലും എല്ലാവരും അദ്ദേഹം ഭാവി പറയുമ്പോൾ അതിലെന്തോ മോശപ്പെട്ട കാര്യമുണ്ടെന്ന രീതിയിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മുടെ മിറബെല്ലിന് 5 വയസ്സാവുന്നതിന്റെ തൊട്ട് മുൻപത്തെ ദിവസമായിരുന്നു ബ്രൂണോ അങ്കിളിനെ കാണാതെ പോയത്. അവൾ ഈ ഒരു കണ്ണാടിയെല്ലാം ചേർത്ത് വെച്ച് ഈ പൊട്ടിപ്പൊളിഞ്ഞ മാഡ്രിഗലിന്റെ മുന്നിൽ മിറബൽ നിൽക്കുന്ന ആ ഒരു ചിത്രം ഇവളുടെ അച്ഛൻ കണ്ടു. അച്ഛൻ പറഞ്ഞു, ആരും അറിയില്ല മോളെ എന്ന്. പക്ഷെ ഇവര് സംസാരിക്കുന്നത് സൂപ്പർ കേൾവിശക്തിയുള്ള ഡൊളോറസ് കേൾക്കുകയാണ്. അന്ന് രാത്രിയാണെങ്കിൽ ഇസബെല്ലിന്റെ കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി എൻകാൻഡോ ഗ്രാമത്തില് നല്ല കുടുംബത്തിൽ പിറന്നിട്ടുള്ള നമ്മുടെ മരിയാനോ എന്ന പയ്യൻ അമ്മയും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഡിന്നർ കഴിക്കുന്ന ആ സമയത്താണ് ഡൊളോറസിന്റെ വായിക്കകത്ത് ഇരിക്കാതെ അവൾ പെട്ടെന്ന് ഇതങ്ങോട്ട് വിളിച്ചു പറയാണ്, നമ്മുടെ മാഡ്രിഗലിന്റെ ശക്തി പോവാനായിട്ട് മിറബെല്ല കാരണം. ഇത് കേട്ടതും എൻകാൻഡോ ഗ്രാമത്തിലുള്ള എല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്. അവരെല്ലാവരും പേടിച്ചുപോയി. ഇസബെല്ലിന്റെ കല്യാണം മുടങ്ങി. നമ്മുടെ മുത്തശ്ശിയും എല്ലാവരും തന്നെ മിറബെല്ലിനെ വഴക്ക് പറയാണ്. ആ സമയത്താണ് ഈ കണ്ണാടി ചില്ലുകള് എലികൾ എടുത്തോണ്ട് പോകുന്നത് മിറബെല്ല് ശ്രദ്ധിക്കുന്നത്. അവയെ ഫോളോ ചെയ്തു പോയി ഇവിടെ തൂക്കിയിട്ടിട്ടുള്ള ഒരു ഫോട്ടോ പൊക്കി നോക്കിയപ്പോൾ അതിനകത്തൊരു തുരങ്കം പോലുള്ള വഴി. അവിടേക്ക് മിറബെല്ല് കടന്നു. അങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ ഒരാളുണ്ട്. അവള് അയാൾക്ക് പിന്നാലെ ഓടിപ്പോവാണ്. ഇടയ്ക്ക് വെച്ച് എവിടേക്കോ വീഴാനായി പോകുന്നുണ്ട്. ഇയാൾ തന്നെ വന്ന് നമ്മുടെ മിറബെല്ലിനെ സംരക്ഷിച്ചു. നോക്കുമ്പോൾ ഇവര് വീണത് ഒരു റൂമിനകത്തേക്കാണ്. അത് മറ്റാരുമല്ല,
മിറബൽ ഇത്രയും നാൾ തേടിക്കൊണ്ട് നടന്ന ബ്രൂണോ എന്ന അവളുടെ അങ്കിള് തന്നെയാണ്. അങ്കിളെ, നിങ്ങൾ എന്താ അന്ന് വിഷൻ കണ്ടത്? എന്തോ വിഷൻ കണ്ടിട്ടല്ലേ നിങ്ങൾ ഇവിടുന്ന് ഓടിപ്പോകുന്നത്? എന്തായിരുന്നു ആ ഫ്യൂച്ചർ? എന്നെ പറ്റിയിട്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്കിള് പറഞ്ഞു, അതെ, നിന്നെ പറ്റിയിട്ട് തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു വിഷൻ മുഴുവൻ കാണാനായിട്ട് എനിക്ക് ത്രാണി ഉണ്ടായിരുന്നില്ല. നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അന്ന് ഞാൻ വന്നത്. എന്തായിരുന്നു ആ വിഷൻ എന്ന് അവൾ വീണ്ടും ചോദിച്ചു. അതായത് അമ്മ എന്നോട് നിനക്ക് എന്ത് ശക്തിയാ കിട്ടാൻ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ മാഡ്രിഗല് വിള്ളലായി നിൽക്കുന്നു, നീ അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. അപ്പോൾ നീയാണോ ഇത് ചെയ്യുന്നതെന്ന് ഞാൻ പേടിച്ചു. അക്കാര്യം മുത്തശ്ശിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് ആപത്തല്ലേ, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടി വന്നു. പക്ഷെ എനിക്ക് എൻ്റെ കുടുംബത്തെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നു. അങ്കിളെ, നിങ്ങൾ ആ വിഷന്റെ ബാക്കി കാണണം, അതിനുവേണ്ടി ഒരുപാട് സ്ഥലം വേണം എന്ന് അങ്കിള് പറയുമ്പോഴേക്കും നമ്മുടെ ആന്റോണിയോ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആന്റോണിയോയുടെ റൂമിലേക്ക് മിറബെല്ലിനെയും ബ്രൂണോയെയും അവൻ കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ, ഇവിടെ വെച്ച് ആ വിഷന്റെ ബാക്കി നിങ്ങൾ കാണൂ. ഞാൻ ഈ കുടുംബത്തിന് നാശമാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം എന്നൊക്കെ മിറബെല്ല് പറയുന്നു. അവൾ വാശി പിടിച്ചപ്പോൾ ബ്രൂണോയും അത് ചെയ്യാമെന്ന് കേൾക്കുകയാണ്. എന്നിട്ട് ഫ്യൂച്ചർ കാണാനായിട്ട് മിറബെല്ലിനെ സ്വാഗതം ചെയ്തു. മാഡ്രിഗല് വിള്ളല് വീഴുന്നു. മിറബൽ അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. മിറബൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മാഡ്രിഗലിന്റെ പൊയ് പോകുന്ന ഈ ഒരു മാന്ത്രിക ശക്തി തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഏതോ ഒരു ലേഡിയുമായിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പൊ ആ ലേഡിയുടെ രൂപം കണ്ട മിറബൽ പറഞ്ഞു, ഇതെന്റെ ചേച്ചി ഇസബൽ ആണല്ലോ. അപ്പൊ ഇസബലുമായിട്ട് നീ വഴക്കടിക്കാതെ ഒന്ന് ചേരണം, അതാണ് ഇതിനുള്ള പരിഹാരം എന്ന് ബ്രൂണോ പറഞ്ഞു കൊടുക്കാണ്. പക്ഷെ അവൾക്കാണെങ്കിൽ ഇസബലിന് ഒട്ടും ഇഷ്ടമല്ല, കാരണം ഇസബൽ ഭയങ്കര അഹങ്കാരിയായിരുന്നു. എന്നാലും ബ്രൂണോ പറഞ്ഞു, നിന്നെക്കൊണ്ട് ഇത് സാധിക്കും, നമ്മുടെ വീടിനെ രക്ഷപ്പെടുത്തി നീ എന്നെ കാണാനായിട്ട് വരണം എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഇസബലിന്റെ അടുത്തേക്ക് മിറബെല്ല് ചെന്നു. ഇസബെല്ലാണെങ്കിൽ അവളുടെ കല്യാണം മുടക്കിയിട്ടുള്ള ദേഷ്യത്തിൽ ഇരിക്കുവാണെന്നാണ് മിറബെല്ല് കരുതിയത്. പക്ഷെ അവിടെ പോയിട്ട്, ചേച്ചി ഞാൻ നിന്റെ കല്യാണം മുടക്കി, നീ എന്നോട് ക്ഷമിക്കടേ എന്ന് പറയുമ്പോൾ, എനിക്കതിനാ പയ്യനെ ഇഷ്ടമൊന്നുമല്ല, എനിക്ക് എന്തിനാ വിഷമം എന്ന് വെച്ചാൽ നീ കാരണം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഇപ്പൊ വിഷമിച്ചില്ലേ, അതാണ് കാരണം. ഇത് കേട്ടപ്പോൾ നമ്മുടെ മിറബെല്ല്, അല്ലെങ്കിൽ ആ മാങ്ങാണ്ടി മോറനെ നിന്നെ ഒട്ടും തന്നെ ചേരില്ലടി, ഞാനത് പറയാൻ നിൽക്കുമായിരുന്നു. ഹോ, നിനക്ക് കാര്യം മനസ്സിലായാലും ചോദിക്കുകയാണ്. അപ്പൊ ഇസബെല്ല്, അത് ശരി, അപ്പൊ അവനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ നീ എന്റെ കൂടെ നിൽക്കുമായിരുന്നല്ലേ, അപ്പൊ ഞാൻ കരുതിയതുപോലെ നീ അത്ര മോശപ്പെട്ടവളൊന്നും അല്ല. അങ്ങനെ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയാനും സ്നേഹം പ്രകടിപ്പിക്കാനും തുടങ്ങി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഹഗ് ചെയ്യുന്ന സമയത്ത് അത്രയും നേരം നേർത്തതായിട്ട് കത്തിക്കൊണ്ടിരുന്ന ആ മെഴുകുതിരി നല്ല രീതിയിൽ കത്താൻ തുടങ്ങി. അങ്ങനെ ഈ സന്തോഷ വാർത്ത മിറബൽ മുത്തശ്ശിയോട് പറയുമ്പോൾ, നീയാണ് ഈ കുടുംബത്തിന്റെ നാശം എന്ന് മുത്തശ്ശി അവളോട് പറയാണ്. ഞാൻ എന്ത് ചെയ്താലും മുത്തശ്ശി അംഗീകരിക്കില്ല, എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇവിടെയുള്ള എല്ലാവരോടും അങ്ങനെ തന്നെയാണ്. ഇവരെല്ലാവരും കഴിവിന്റെ പരമാവധി ശക്തി ഉപയോഗിച്ചാലും മുത്തശ്ശി അത് കാണുന്നില്ല. മുത്തശ്ശിക്ക് ഇനിയും ഇനിയും വേണമെന്ന ആർത്തിയാണ്. മുത്തശ്ശിയാണ് നമ്മുടെ കുടുംബം തകരാനായി കാരണം എന്ന് അവൾ പറഞ്ഞു തീരുന്നതിന് മുൻപേ മാഡ്രിഗൽ മുഴുവനായി പൊട്ടിത്തകരാൻ തുടങ്ങി. കുടുംബത്തിലുള്ള എല്ലാവരും വെളിയിലോട്ട് പോയപ്പോഴും മിറബൽ ആവട്ടെ ആ ഒരു മെഴുകുതിരി സംരക്ഷിക്കാനായി അവിടെ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ അവസാനം ആ മെഴുകുതിരി കെട്ടുപോയി. ഇവരുടെ മാഡ്രിഗലിന്റെ ശക്തിയെല്ലാം തന്നെ പോയി. നമ്മുടെ മിറബൽ ആവട്ടെ പേടിച്ചരണ്ട് അവിടെ നിന്ന് വിഷമത്തോടു കൂടി എവിടെയോ പോയി ഒളിക്കുകയാണ്. പിന്നീട് കുടുംബക്കാരെല്ലാവരും തന്നെ മിറബലിനെ തേടി നടക്കുന്നുണ്ട്. ഇവളാവട്ടെ എൻകാൻഡോയ്ക്ക് പുറത്തുള്ള ഒരു നദിക്കരയിൽ ഇരിക്കുകയായിരുന്നു. മുത്തശ്ശി അവളെ കണ്ടെത്തി. ഇവിടെ വെച്ചാണ് നിങ്ങളുടെ മുത്തശ്ശൻ മരിച്ചുപോയത്, ഇതേ സ്ഥലത്ത് വെച്ചാണ് എനിക്ക് മന്ത്രശക്തി ലഭിച്ചത്. അന്ന് ഞാൻ കഥ പറഞ്ഞു തരാം. നിന്നെ പോലെ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ. എൻ്റെ ഗ്രാമത്തിലേക്ക് വന്ന പെഡ്രോയെ ഞാൻ സ്നേഹിച്ചു. ഞങ്ങൾ കല്യാണം കഴിച്ചു. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. എന്നാൽ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഒരുപാട് പട്ടാളക്കാർ വന്ന് ഗ്രാമം ചുട്ടരിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഈ ഗ്രാമം വിട്ടു പോകാൻ തുടങ്ങി. ആ പട്ടാളക്കാരെ എതിർക്കാനായിട്ട് നിന്റെ മുത്തശ്ശൻ പോയി. 3 കൈക്കുഞ്ഞുങ്ങളുമായി ഞാൻ ഒറ്റയ്ക്കായി. നിന്റെ മുത്തശ്ശൻ എന്നെ വിട്ടു പോയി എന്ന് മനസ്സിലായപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരി താഴെ വെച്ച് ഞാൻ കരയാൻ തുടങ്ങി. അങ്ങനെ ആ മെഴുകുതിരിയിൽ നിന്ന് പുറത്തു വന്ന വെളിച്ചമാണ് എൻകാൻഡോയും മാഡ്രിഗലും എല്ലാം ഉണ്ടാക്കിയത്. പിന്നീട് മാഡ്രിഗലിലെ പിൻതലമുറക്കാർക്കൊക്കെ തന്നെ ഈ മാന്ത്രിക മെഴുകുതിരി ഓരോ ശക്തി കൊടുത്തു. എന്നാൽ ഞാൻ ആ ശക്തി സംരക്ഷിക്കാതെ ഇനിയും വേണം എന്ന് അത്യാർത്തി കാണിച്ചതുകൊണ്ടായിരിക്കാം ഇന്ന് നമ്മുടെ കുടുംബത്തിലെ മാന്ത്രിക ശക്തി പോയത്. ഇതൊക്കെ കേട്ട് മുത്തശ്ശി സ്വയം കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ മിറബൽ അവരെ സമാധാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ കാരണമല്ല മുത്തശ്ശി, നമുക്ക് ഇത് തിരിച്ചു കൊണ്ടുവരാം എന്ന് പറയുന്നു. അങ്ങനെ ഇവർ ഒന്നു ചേർന്ന ആ നിമിഷത്തിൽ നമ്മുടെ ബ്രൂണോ അവിടേക്ക് എത്തിയിട്ട് മിറബലിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശി അവനെയും കൂട്ടിക്കൊണ്ട് മിറബലിനെയും കൂട്ടിക്കൊണ്ട് തിരികെ അവരുടെ സ്ഥലത്തേക്ക് വരികയാണ്, എൻകാൻഡോയിലേക്ക്. അങ്ങനെ ഇവർക്കിപ്പോൾ വീടില്ല.
നമുക്കെന്തിനാണ് ഇങ്ങനെ സങ്കടമൊക്കെ? നമ്മൾ എത്ര പേരുണ്ട്. കൂടുമ്പോൾ ഇമ്പമുള്ളതല്ലേ കുടുംബം. നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ മാഡ്രിഗൽ വീണ്ടും കെട്ടിപ്പൊക്കും. ബ്രൂണോയും കൊണ്ട് മുത്തശ്ശിയെ അങ്ങോട്ട് കടന്നു വന്നപ്പോൾ എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ നമ്മുടെ മാഡ്രിഗൽ കുടുംബത്തിലുള്ള എല്ലാവരും വീണ്ടും വീട് കെട്ടിപ്പൊക്കുന്ന ആ സമയത്ത് നാട്ടുകാരെല്ലാവരും ഇവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നു. അങ്ങനെ മാഡ്രിഗലിന്റെ പണി എല്ലാവരും ഒത്തൊരുമയോടുകൂടി കഴിയിപ്പിച്ചു. ഇപ്പോൾ ഇസബെല്ലിന് പകരമായിട്ട് മരിയാനോ ഡൊളോറസുമായിട്ട് സെറ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു വീട് തുറക്കാനായിട്ട് മുത്തശ്ശി മിറബെല്ലിനോട് പറയാണ്. കാരണം അവളാണ് വീണ്ടും ഈ വീട് ഈ രീതിയിലാവാനായിട്ട് കാരണക്കാരി. മിറബൽ കുറച്ചൊരു പേടിയോട് കൂടിയിട്ട് വാതിലിനരികിലേക്ക് പോയി. അവളുടെ കൈ തട്ടിയതും വീണ്ടും മാഡ്രിഗലിന് മാന്ത്രിക ശക്തി തിരികെ വന്നു. അവൾക്കുള്ള കഴിവ് എന്താണെന്ന് ഇവർക്ക് മനസ്സിലായി. ഇവളാണ് ഈ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത്. ഈ കുടുംബത്തിന്റെ കാവൽക്കാരിയാണ് നമ്മുടെ മിറബൽ. അങ്ങനെ വീണ്ടും മന്ത്രശക്തി കിട്ടിയ മാഡ്രിഗലിലേക്ക് കയറിപ്പോയ നമ്മുടെ മാന്ത്രിക കുടുംബത്തെ അവരുടെ സന്തോഷത്തെ കാണിച്ചുകൊണ്ടാണ് 2020 പുറത്തിറങ്ങിയ എൻകാൻഡോ എന്ന മനോഹരമായ ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. നമ്മളെല്ലാവരും 2020 സമയത്ത് കേട്ടോ വളരെയധികം കാത്തിരുന്ന് അത്രയ്ക്ക് ക്യൂരിയസ് ആയിട്ട് കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു എൻകാൻഡോ. ഡിസ്നി മൂവി ആയതുകൊണ്ട് പറയല്ല, ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. നമുക്ക് ഡിസ്നി മൂവിയിലൊക്കെ തന്നെ ഒന്ന് കഴിഞ്ഞ ഒന്നെന്ന് പറയുന്ന പോലെ നിറയെ പാട്ടുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോഴൊക്കെ തന്നെ നമുക്കിങ്ങനെ തോന്നും ഇത് കുറച്ച് ഓവർ അല്ലേ, ചിലർക്കെങ്കിലും തോന്നും കേട്ടോ. പക്ഷെ എൻകാൻഡോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലുള്ള പാട്ടുകൾ നമുക്ക് എത്ര കേട്ടാലും മതിയാവില്ല. ഇതിലൊരു പ്രത്യേകമായിട്ടുള്ള പാട്ടുണ്ട്, മാഡ്രിഗൽ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. അതായത് മാജിക്കൽ ഹോം മാഡ്രിഗൽ എന്ന് പറയുന്ന ഒരു അടിപൊളി പാട്ടുണ്ട്. നമ്മുടെ മിറബെല്ല അവളുടെ ഫാമിലിയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന നമ്മൾ ഫസ്റ്റ് ടൈമിലുള്ള ഒരു പാട്ട്. അതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സോങ് ആണ്. സോ നല്ലൊരു മൂവിയാണ്. പിന്നെ ഇതിലെ മെയിൻ ആയിട്ടുള്ള തീം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ മനസ്സിലാവണം അല്ലേ. നമ്മളിങ്ങനെ വിചാരിക്കും മറ്റുള്ളവരെ കണ്ട് അവർക്ക് ആ കഴിവുണ്ട്, അവർക്ക് ഈ കഴിവുണ്ട്, നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റില്ല. അങ്ങനത്തെ ചില തോന്നലുകൾ നമുക്ക് ചിലപ്പോഴെങ്കിലും ചില സാഹചര്യങ്ങളിലെങ്കിലും ഉണ്ടായിരിക്കും. എന്നാൽ നമുക്കും എന്തെങ്കിലും കഴിവ് കാണും. പടച്ചവൻ എല്ലാവർക്കും ഓരോ കഴിവുകൾ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്തണം. എങ്കിൽ മാത്രമാണ് അതിങ്ങനെ മിനിക്ക് എടുത്ത് നമുക്കത് ഒരു രീതിയിൽ എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ മിറബലിനെ നോക്കുകയാണെങ്കിൽ അവളുടെ കുടുംബത്തിന്റെ നിലനിൽപ്പ് കണ്ട് അതിൽ അഭിമാനം കൊള്ളുന്നുണ്ടായിരുന്നു. എന്നാൽ അവളുടെ കഴിവ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അവൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വേണ്ടി വന്നു. സോ നമുക്കും അങ്ങനെ പല സിറ്റുവേഷൻസും വരും. ആ ഒരു സമയത്ത് നമ്മുടെ കഴിവ് എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റണം. ആരും തന്നെ കഴിവില്ലാത്തവരായിട്ടില്ല. അപ്പൊ എന്താണ് ആ കഴിവ് തിരിച്ചറിഞ്ഞ് അത് നമ്മൾ എങ്ങനെ കൊണ്ടുപോകണോ, എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ ആ രീതിയിൽ ഉപയോഗിക്കുക. അപ്പൊ എല്ലാവർക്കും നമ്മളെ അംഗീകരിക്കും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു എൻകാൻഡോ മൂവി ഇഷ്ടപ്പെട്ടോ എന്ന് പറയാട്ടോ. കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും. സോ കണ്ടിട്ടുള്ളവരുടെ അഭിപ്രായം കൂടി പറയാൻ നിങ്ങൾക്ക് ഈ ഒരു മൂവി എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാനായിട്ട് കാരണം. നമ്മുടെ എക്സ്പ്ലനേഷൻ ചെയ്തപ്പോൾ എന്തെങ്കിലും വിട്ടുപോയോ എന്നൊക്കെ പറയാട്ടോ. കാരണം നമ്മളിത് പക്ക കുറച്ചാക്കിയിട്ടാണ് ചുരുക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, കോപ്പിറൈറ്റിന് നല്ല പേടിയുള്ളത് കൊണ്ടാണ്. സോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻസ് ആയിട്ട് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇത്തരത്തിലെ വീഡിയോസ് കാണുന്ന ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടോ, ഇഷ്ടപ്പെട്ടില്ലേ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് പറയാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോക്കിടയിൽ പേര് പറയാനായിട്ട് അല്ലെങ്കിൽ പേര് പറയണം എന്നുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് നിങ്ങളുടെ പേര് പറയൂ കേട്ടോ. അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോക്കിടയിൽ നിങ്ങളുടെ പേര് പറയുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.